ആരോഗ്യത്തോടെ ഇരിക്കാം. മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ്. ഷൊർണൂർ മെഡിക്കൽ ട്രസ്റ്റ്, ഷൊർണൂർ. ബ്രൂബറി വിഷയത്തിൽ പ്രതിപക്ഷം ആശങ്ക സൃഷ്ടിക്കുന്നുണ്ടെന്ന് മന്ത്രി MP രാജേഷ്. എന്തിനേയും എതിർക്കാൻ മാത്രമേ പ്രതിപക്ഷത്തിന് അറിയൂ. വിവാദങ്ങൾ ഉണ്ടാക്കുന്നത് രാഷ്ട്രീയ ലാഭം മുന്നിൽ കണ്ടെന്നും മന്ത്രി പറഞ്ഞു. വിശദമായ മറുപടി നിയമസഭയിൽ നൽകുമെന്നും മന്ത്രി MP രാജേഷ് പാലക്കാട് മാധ്യമങ്ങളോട് പറഞ്ഞു. പുതിയ നിക്ഷേപങ്ങൾ കേരളത്തിലേക്ക് വരികയാണ്. അങ്ങനെയാണ് ഇന്ത്യയിലെ ഒരു പ്രധാനപ്പെട്ട മദ്യനിർമ്മാണ കമ്പനി കേരളത്തിൽ അവരുടെ പ്ലാന്റ് ആരംഭിക്കുന്നതിന് അപേക്ഷ തന്നത്. അപേക്ഷ നിലവിലുള്ള നിയമവും ചട്ടവും അനുസരിച്ച് സൂക്ഷ്മമായി പരിശോധിച്ച് സർക്കാർ അതിന് ശരിയായ രീതിയിൽ എല്ലാ പരിശോധനകൾക്കും ശേഷം അനുമതി നൽകി. പ്രാരംഭാനുമതിയാണ് നൽകിയിട്ടുള്ളത്. ആ പ്രാരംഭാനുമതിയിൽ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് നിലവിലുള്ള എല്ലാ നിയമങ്ങളും ചട്ടങ്ങളും നിബന്ധനകളും പാലിച്ചുകൊണ്ട് എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. അത്രയും സുതാര്യമായ രീതിയിൽ നടന്നൊരു കാര്യമാണ്. അപ്പൊ അതിന്റെ മുകളിൽ ഉണ്ടാക്കുന്ന വിവാദം വെറും രാഷ്ട്രീയ ലാഭം മാത്രം വെച്ചുകൊണ്ടാണ്. ഒരു കഴമ്പൂതിരില്ല. പ്രതിപക്ഷം കഴിയുന്നത്ര ഈ വിവാദവുമായിട്ട് മുന്നോട്ട് പോട്ടെ. അല്ല, ഞാൻ പറഞ്ഞത് അതിനൊക്കെ മറുപടി ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഈ രമേശ് ചെന്നിത്തലയും പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശനും ആരാണ് പ്രതിപക്ഷ നേതാവ് എന്നുള്ള തർക്കം മത്സരത്തിൽ വിജയിക്കാൻ വേണ്ടിയിട്ട് ദിവസം രാവിലെ ഉച്ചയ്ക്കും വൈകുന്നേരവും പത്രസമ്മേളനം നടത്തുന്നതനുസരിച്ച് നടത്താൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. നാട്ടുകാർക്കിടയിൽ ഏത് കാര്യത്തിലാണ് ഇവർ ആശങ്ക ഉണ്ടാക്കാത്തത്? ഏത് കാര്യത്തിലാണ്? നിങ്ങൾ നോക്കി, ഇവർ ഏതിനെയാണ് അനുകൂലിച്ചത്? എല്ലാത്തിനെയും എതിർത്തവരല്ലേ? ദേശീയപാത വികസനത്തെ എതിർത്തവരല്ലേ? ഗെയിൽ പൈപ്പ് ലൈനിനെ എതിർത്തവരല്ലേ? കേരയിൽ പദ്ധതി വന്നപ്പോൾ അതിനെ എതിർത്തവരല്ലേ? വാട്ടർ മെട്രോയെ എതിർത്തവരല്ലേ? വിഴിഞ്ഞം തുറമുഖത്തെ എതിർത്തവരല്ലേ? ഏതിനെയാണ് എതിർക്കാത്തത്? പ്രതിപക്ഷത്തിന്റെ എതിർപ്പ്, പ്രതിപക്ഷം സൃഷ്ടിക്കാൻ ശ്രമിക്കുന്ന ആശങ്കകൾ, ഫോണിനെ എതിർത്തവരല്ലേ? ഏതെങ്കിലും നിങ്ങളൊന്ന് പറഞ്ഞാൽ മതി, ഇവര് അനുകൂലിച്ച് ഏതെങ്കിലും ഒരു കാര്യമുണ്ടോ? അപ്പൊ അവര് എതിർക്കുക എന്നത് മാത്രമാണ് അവർക്ക് അറിയാവുന്ന കാര്യം. അവരത് എതിർക്കട്ടെ. വസ്തുതകൾ ജനങ്ങളുടെ മുമ്പിൽ അത് വ്യക്തമാവും. വസ്തുത വ്യക്തമാവും. ഒരു ജലചൂഷണവും നടത്തുന്ന ഒരു പ്രവർത്തനം അനുവദിക്കില്ല. അങ്ങനെയല്ല അത് ഉദ്ദേശിച്ചിട്ടുള്ളത്. അത് ഞാൻ പറഞ്ഞത് എല്ലാം പരിശോധിച്ചിട്ടാണ് എന്നത്. അതെല്ലാം പരിശോധിച്ചിട്ടാണ്. അപ്പൊ ആദ്യം പറഞ്ഞ ആക്ഷേപത്തിൽ നിന്നൊക്കെ പിന്നാക്കം പോയിപ്പോ. ആദ്യം എന്തായിരുന്നു പറഞ്ഞത്? ടെൻഡർ വിളിച്ചില്ല എന്നായിരുന്നു. അതാണ് ക്രമക്കേട്, അഴിമതി എന്നൊക്കെ ചൂണ്ടിക്കാണിച്ചത്. ഇപ്പൊ ടെൻഡറിൽ പോയി വെള്ളത്തിലേക്ക് എത്തിയോ? അതാ ഞാൻ പറഞ്ഞത്. ഇവർ എത്ര കാലം കൊണ്ടുവന്ന് നോക്കട്ടെ. എനിക്ക് സന്തോഷമാണ്. നിങ്ങൾ നന്നായി പ്രോത്സാഹിപ്പിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. രണ്ടുപേരെയും മത്സരിച്ച് പ്രോത്സാഹിപ്പിക്കണം. ഞാൻ പറയട്ടെ, പ്രതിപക്ഷ നേതാവിനെയും അതുപോലെ രമേശ് ചെന്നിത്തലയും നന്നായിട്ട് പ്രോത്സാഹിപ്പിക്കണം. പ്രതിപക്ഷം കൊണ്ടുവരുന്ന ആരോപണങ്ങളുടെ യഥാർത്ഥ സ്ഥിതി എന്താണെന്ന് വ്യക്തമാക്കാൻ ഇത് ഉപകരിക്കും. കുറച്ചു ദിവസം പോട്ടെ. ഞങ്ങൾക്ക് ഇക്കാര്യത്തിൽ യാതൊരു ആശങ്കയില്ല. നിയമസഭ വരാൻ പോകല്ലേ? നിയമസഭയിൽ കാണാമല്ലോ. നിയമസഭയിൽ പറഞ്ഞോളാം. ബാക്കി കാര്യം നിയമസഭയിൽ ഞാൻ പറഞ്ഞോളാം. .view ന്യൂസ്. കാഴ്ചകളാണ് ലോകം. കണ്ടു തുടങ്ങുക.